മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ. ത്രിയേക ദൈവത്തിന് ആരാധന. വിശ്വാസത്തിന്റെ ദീപശിഖയേന്തി 71 വർഷം ദീർഘിച്ച ജീവിത വഴിയിലൂടെ അത്യന്തം ക്ലേശകരമായ ജീവിത യാത്ര നടത്തി തന്റെ ദൈവജനത്തെ സ്വച്ഛതയുടെ പച്ചത്തുരുത്തിൽ എത്തിച്ച് സ്വർഗീയ മധ്യസ്ഥത നമുക്ക് വേണ്ടി വഹിക്കുവാൻ 72 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അഭിവന്യ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ പാവനമായ സ്മരണകൾക്ക് മുമ്പിൽ മലങ്കര മക്കൾ ഒന്നടങ്കം അഞ്ജലീബദ്ധരായി നിലകൊള്ളുന്ന ധന്യമായ നിമിഷങ്ങളാണല്ലോ ഇത്. അഭിമന്യ പിതാവിന്റെ ജീവിതം ഒരിക്കലും ഒരു ഉല്ലാസയാത്രയോ വിനോദയാത്രയോ ആയിരുന്നില്ല, മറിച്ച് അത് ക്ലേശപൂർണമായ മോക്ഷയാത്ര ആയിരുന്നു. വിശ്വാസത്തെ പ്രതി, വചനത്തെ പ്രതി, ദൈവാഭിമുഖ്യത്തെ പ്രതി അദ്ദേഹം നടത്തിയ ത്യാഗനിർഭരമായ, മാതൃകാപരമായ, പ്രചോദനാത്മകമായ, ചൈതന്യവത്തായ ഒരു തീർത്ഥാടനം ആയിരുന്നു അത്. അതിനെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് നാം മലങ്കര മക്കൾ മുണ്ടൻമലയിൽ നിന്ന് പട്ടത്ത് പിതാവിന്റെ ഖബർ വരെ ഉള്ള വലിയ ഒരു തീർത്ഥാടനം നടത്തുന്ന ഈ ധന്യമായ നിമിഷങ്ങളിൽ അഭിമന്യ പിതാവിന്റെ ജീവിതയാത്രയും ആ യാത്രയിൽ അഭിമന്യ പിതാവ് സഹിച്ച സഹനങ്ങളും ആ സഹനം എത്രത്തോളം മലങ്കര മക്കൾക്ക് ഈ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നതിന് സഹായകരമായി എന്നും മറ്റും നമ്മൾ ഇപ്പോൾ സവിശേഷമായി ചിന്തിക്കുകയാണ്. പഴയ നിയമത്തിലെ മോശയോടാണ് നമ്മൾ മലങ്കരയിലെ മാർ ഇവാനിയോസ് പിതാവിനെ സാമ്യപ്പെടുത്തുന്നത്. മോശയ്ക്കുണ്ടായ ആ തീർത്ഥാടനത്തിൽ എന്തെന്ത് ക്ലേശകരമായ അനുഭവങ്ങൾ, പക്ഷേ ഒരിടത്ത് പോലും തമ്പുരാൻ കർത്താവ് കൈവിട്ടില്ല. എല്ലാ കൃപകളും കൊടുത്ത് അന്നന്നത്തെ ആഹാരം കൊടുത്ത് പോറ്റി വളർത്തി. അതേ അനുഭവമായിരുന്നു മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിലും. ദൈവം നേരിട്ട് ഇടപെട്ട് അസാധ്യതകളെ സാധ്യതകളാക്കി കൊടുത്തുകൊണ്ട് നയിച്ച വിലപ്പെട്ട അനുഭവം. പഴയ നിയമത്തിൽ നമ്മൾ വിശ്വാസ തീർത്ഥാടകനായ അബ്രാഹത്തെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതുപോലെ മാർ ഇവാനിയോസ് പിതാവ് ദൈവത്തിൽ ആശ്രയിച്ചും ദൈവവചനത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചുമാണ് തനിക്കുണ്ടായിരുന്നതെല്ലാം ദൈവവചനത്തെ പ്രതി ഉപേക്ഷിച്ചത്. തങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പിതാവ് ചോര നീരാക്കി വിലയ്ക്ക് വാങ്ങി സമ്പാദിച്ച മുണ്ടൻമല എന്ന് പറയുന്ന 400 ഏക്കർ ഭൂമി, അത് പിതാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാം എന്ന് വരികയും പോലും സർവ്വതും അത് കൈവെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ശൂന്യഹസ്തനായി ഒരു ഭാണ്ഡവും പേറി 18 ഭിക്ഷാന്തേഹികളുമായി ആ മുണ്ടൻമല, പെരുനാട്ടിലെ മുണ്ടൻമല എന്ന് പറയുന്ന ആ തപോ നിലയത്തിൽ നിന്നും അഭിമന്യ പിതാവ് ഇറങ്ങിപ്പോന്നതാണ്. അപ്പോൾ പിതാവിനോട് ചോദിച്ചു, പിതാവെ, നമ്മൾ എവിടോട്ടാണ് പോകുന്നത്? മകനെ, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന മറുപടിയാണ് പഴയ നിയമത്തിലെ അബ്രാഹം പറഞ്ഞതുപോലെ പിതാവ് പറയുന്നത്. പഴയ നിയമത്തിലെ അബ്രാഹത്തോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞ് ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? അപ്പോൾ പറയുകയാണ്, മകനെ, ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. ദൈവവചനത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അതെന്ത് സംഭവിക്കണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ കയ്യിലാണല്ലോ നമ്മൾ, ദൈവത്തിന്റെ മക്കളല്ലേ നമ്മൾ. മക്കൾക്ക് വേണ്ടതെന്തെന്ന് പിതാവ് അറിയുന്നില്ലേ? അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, എല്ലാം ദൈവം നോക്കിക്കൊള്ളും. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം അടുത്ത വാചകം പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി. എത്ര പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ! അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി.
ഇത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എത്ര അർത്ഥപൂർണമാണ്. എന്തുകൊണ്ട്? മകനെ, ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിന്റെ വചനത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഗോത്രപിതാവായ മാറിവാനിയസ് പിതാവ് വെച്ച് പുലർത്തിയതുകൊണ്ട് അവർ ഒരുമിച്ച് പുനരൈക്യത്തിന്റെ, സ്നേഹത്തിന്റെ വക്താക്കളായി മുന്നോട്ട് പോയി. എത്രമാത്രം മുന്നോട്ട്! പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായാൽ അതിശീഘ്രം വളരുന്ന ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള സഭ എന്ന് നമ്മെ പറ്റി പറയിപ്പിക്കത്തക്ക വിധത്തിൽ നാം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വെറും 5 വ്യക്തികൾ പുനരയിക്കപ്പെട്ട് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ സർവ്വഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ച് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സദ്വാർത്ത വചനം വിതച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ ഈ പുനരൈക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറിവാനിയസ് പിതാവിന്റെ ജീവിതം എന്ന് പറയുന്നത്, അതൊരു ചരിത്ര സംഭവമല്ല, മാത്രമല്ല നമ്മളതിനെ ഒരു ചരിത്ര സംഭവമായിട്ട് മാത്രമാണ് കാണുന്നത്. കൂനംകുരിശിൽ വിശേഷം ഭിന്നിച്ചുപോയ ജനങ്ങളെയെല്ലാം ഒന്ന് ഒരുമിപ്പിക്കുവാൻ നടത്തിയ ഒരു ശ്രമം എന്നുള്ള തലത്തിലാണ് പലപ്പോഴും പുനരൈക്യം വിവേച്ഛേദിക്കപ്പെടാറുള്ളത്. പക്ഷേ അതിലുപരിയായി ഇതൊരു ആത്മീയ സംഭവമായിരുന്നു. ആത്മീയത തുളുമ്പുന്ന ചൈതന്യവത്തായ ഒന്നായിരുന്നു. മാറിവാനിയസ് പിതാവിനെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് അദ്ദേഹത്തിന് MD സെമിനാരി പ്രിൻസിപ്പൽ പദവിയോ അദ്ദേഹത്തിന് സറാംപൂരിലെ ആ പ്രൊഫസർ പദവിയോ ഒന്നും ആയിരുന്നില്ല. ഇനി കാതോലിക്ക ബാവ സ്ഥാനമോ അതൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നേക്കും ഒരു താപസ്യായിട്ട് ദൈവവചനത്തെ ഉപാസിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതായിരുന്നു. വചനാധിഷ്ഠിത ജീവിതം ആയിരുന്നു പിതാവിന്റെ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിധി മറഞ്ഞു കിടക്കുന്ന, തമ്പുരാൻ കർത്താവ് പറയുകയാണ്, നിധി മറഞ്ഞു കിടക്കുന്ന വയല് വാങ്ങിക്കാൻ ബുദ്ധിമാൻ അവന്റെ കയ്യിലുള്ളത് മുഴുവൻ ഉപേക്ഷിക്കും. ഇതാണ് യോഹന്നാൻ പിതാവിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. നിധി മറഞ്ഞു കിടക്കുന്ന വയൽ എന്താണെന്ന് ആ ബുദ്ധിമാൻ നേരത്തെ കണ്ടറിഞ്ഞിരുന്നു. അത് തമ്പുരാന്റെ വചനമാണ്, തമ്പുരാനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആയിരുന്ന ആ സഭയില് മുതൽ തന്നെ എല്ലാ തലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കൂദാശ ശമാശനായി കൂദാശകളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ഈ തിരുവചനത്തെ ലോകത്തിന്റെ മറ്റു ആളുകളുടെ ഇടയിലേക്ക്, ഈ വചനം ദാഹിക്കുന്ന അനേകായിരങ്ങളുടെ ഇടയിലേക്ക് ഇത് പ്രസരിപ്പിക്കാനുള്ള കടപ്പാട് മലങ്കരക്കാർക്കുണ്ട്. പക്ഷെ നാം ഇപ്പോഴും നമ്മൾ വ്യവഹാരത്തിലും ശണ്ഠയിലും വടംവലിയിലും അധികാരമോഹത്തിലും ഒക്കെയായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് പരിഹാരമായിട്ട് അദ്ദേഹം 7 ബേഥനി പള്ളികൾ പല ഭാഗങ്ങളായിട്ട് സ്ഥാപിച്ചത്. ദിവസേന വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പാരമ്പര്യം ഇല്ലാതിരുന്ന ഒരു സഭയിലായിരുന്നു പിതാവ് എങ്കിൽ കൂടി അദ്ദേഹം ഡെയിലി മാസ്, വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാനുള്ള സൗകര്യമുള്ള ബഥനി പള്ളികൾ സ്ഥാപിക്കുക വഴി ആ തമ്പുരാനോട്, വിശുദ്ധ കുർബാനയോട്, വചനം മാംസം എടുത്ത ആ ഒരു അവസ്ഥയോട് ഒക്കെ കാട്ടിയ ആഭിമുഖ്യം എത്ര വലുതായിരുന്നു. മാത്രമല്ല മലങ്കര സഭയെ ഒരു വിശുദ്ധരുടെ ഒരു സൈന്യമായി, ഒരു ഗണമാക്കി, ഒരു സമൂഹമാക്കി വാർത്തെടുക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം. പുരുഷന്മാർക്ക് വേണ്ടി അതുകൊണ്ടാണ് അദ്ദേഹം സന്യാസ ആശ്രമങ്ങൾ, ബഥനി ആശ്രമങ്ങൾ തുടങ്ങുകയും സ്ത്രീകൾക്ക് വേണ്ടി ബഥനി മഠങ്ങൾ തുടങ്ങുകയും ചെയ്തുകൊണ്ട് തന്റെ ആ അധ്വാനം നിർത്താതെ ആൽമായരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൃതീയാശ്രമം, തേർഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി മലങ്കരയിൽ ആവിഷ്കരിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അഭിമന്യ പിതാവ് നാം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ വചനവർഷത്തിൽ പ്രത്യേകമായിട്ട് ഈ വചനാഭിമുഖ്യത്തിന്റെ പിതാവ് എന്ന നിലയിൽ നമ്മൾ ആദരിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മൾ പിതാവിനോട് കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ വചനം ആകുന്ന വെളിച്ചം ആണ് നമ്മൾ പരത്താൻ, മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പറയുടെ കീഴിൽ ഒതുക്കപ്പെടുന്ന വേണ്ട വിളക്കുകളല്ല, നിങ്ങൾ തണ്ടിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കുകളായി മാറണം. അപ്പോൾ ഈ വിളക്ക്, അതായത് ദൈവവചനം, ഈ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊടുവഴികൾ പ്രകാശവുമാണ്. അത് പ്രകാശമാണ്, അതിന്റെ ചുരുൾ പ്രകാശം പരക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രകാശം
ഉപാസിച്ചതുകൊണ്ടാണ് മാറിയോനിസ് പിതാവ് ഒരു പ്രകാശത്തിന്റെ വക്താവായി മാറിയത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. മാറിയോനിസ് പിതാവ് നോക്കിയത് അവങ്കലേക്കാ, ദൈവത്തിന്റെ വചനത്തിലേക്കാ, വചനം നിറഞ്ഞു നിൽക്കുന്ന, വചനം മാംസരൂപം എടുത്ത ക്രിസ്തുവിലേക്കായിരുന്നു. അവിടെയാണ് രക്ഷ, അവിടെ മാത്രമാകുന്നു രക്ഷ എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിന സംസ്ഥാപിതമായ സഭ ഏത് ഒന്നു മാത്രമേ ഉള്ളൂ. അത് ശ്ലീഹന്മാരാൽ തുടങ്ങപ്പെട്ടത്, ലോകമാസകലമുള്ളത്, സാർവത്രികമായിട്ടുള്ളത്, ഏകമായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ളത് കത്തോലിക്ക സഭ മാത്രമായി ആണ് എന്നുള്ളത് കൊണ്ടാണ് മക്കളെ നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് പിതാവ് പറഞ്ഞത്. ഈ പിതാവിനെ, സൂര്യോദയത്തിന്റെ ദിക്കിൽ നിന്ന് വന്ന പിതാവിനെ, ഈ വെളിച്ചത്തിന്റെ വക്താവായാണ് നമ്മൾ എല്ലാം വിശേഷിപ്പിക്കുന്നത്. ജി കെ ചെസ്റ്റർട്ടനും ONV കുറുപ്പ് സാർ എഴുതിയല്ലോ, സൂര്യോദയത്തിന്റെ ദിക്കിൽ നിന്നും സൂര്യാമങ്ങ് നടന്നു വന്നു, താണ നിലങ്ങളെ നോക്കി അവിടുത്തെ കാരുണ്യ ഗംഗ ഒഴുകി വന്നു. പിതാവ് ആർദ്രതയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും എല്ലാം വക്താവായിരുന്നു. ആ പിതാവിന്റെ സ്മരണകൾ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ നമ്മെ ധന്യരാക്കുകയാണ്. മലങ്കര സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വാരിത്തൂകുകയാണ്. അഭിവന്ദ പിതാവ് ദൈവം ഇഷ്ടപ്പെടുന്ന പ്രകാരത്തിൽ കൂടുതൽ തേജോമയനായി ഈ ആത്മാവിൽ ജ്വലിച്ച് അദ്ദേഹം ധന്യൻ എന്ന പദവിയിൽ നിന്നപ്പുറത്തേക്ക് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട് അതിനുശേഷം ഈ വിശുദ്ധരുടെ പദവിയിലേക്ക് നടന്നു വരുവാൻ ഈ തീർത്ഥാടന യാത്ര അപ്പോഴാണ് പൂർണ്ണമാകുന്നത്. അങ്ങനെ യാത്രയാകുവാൻ നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയും പ്രേരണയുമായി തീരുവാൻ മലങ്കര മക്കൾ പുതിയ പുതിയ തലമുറകൾ 2, 3, 4 തലമുറകൾ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ തലമുറകളെ മുഴുവൻ പ്രോജ്വലിപ്പിക്കത്തക്ക ഒരു ആത്മചൈതന്യമായി അഭിമന്യ പിതാവിന്റെ ജീവിതം എല്ലാവർക്കും മലങ്കരയ്ക്ക് അനുഭവ്യമാകുവാനായിട്ട് നമുക്ക് മാത്രമല്ല, അഭിമന്യ പിതാവ് പറഞ്ഞു സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ എന്റെ അകത്തോലിക്ക സഹോദരങ്ങൾ, നമ്മുടെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും നമ്മുടെ മാംസത്തിലുള്ള മാംസവുമായ അകത്തോലിക്ക സഹോദരങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി നാം നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ആ പിതാവിന്റെ സ്വർഗീയമായ അനുഗ്രഹം നമ്മെ വഴി നടത്തട്ടെ. നമ്മുടെ കാലുകൾക്കും നമ്മുടെ ഊടുവഴികൾക്കും ആ അനുഗ്രഹം വചനത്തെ പോലെ തന്നെ പ്രകാശമായി തീരുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.